ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോം കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം സുപരിചിതമായ നമ്മുടെ വീടുകളിൽ നിത്യം ഉപയോഗിക്കുന്ന ഒരു മസാലക്കൂട്ടാണ്, ഗരം മസാല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചിയും മണവും ഗുണവുമുള്ള ഒരു മസാലക്കൂട്ട് എങ്ങനെ നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മൈ നെയിം ഈസ് പ്രജീഷ്. വെൽക്കം ടു മൈ വീഡിയോ. ആദ്യമായി നമുക്ക് ഗരം മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെരിഞ്ജീരകം ഒരു 8 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് 1 ടീസ്പൂണ്, ഗ്രാമ്പു 1 ടീസ്പൂണ്, ഏലക്ക 1 ടീസ്പൂണ്, തക്കോലം ഒരു 8 എണ്ണം, കറുകപ്പട്ട ഒരു 5 പീസ്, ഈ തരത്തിലുള്ള ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏലക്കായ തൊണ്ട് കളഞ്ഞിട്ട് വേണം ഇടാൻ. അതുപോലെ തന്നെ ഈ ഗ്രാമ്പൂവിൻ്റെ പൂവ് ഉള്ളത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ തക്കോലം ഉള്ളിൽ ഈ നടുക്ക് ഒരു കുരുണ്ട്, ആ കുരു കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ചില ആളുകൾക്ക് ഇത് വയറിന് അസ്വസ്ഥത ഉണ്ടാകും, അതുകൊണ്ട് ഈ നടുക്കുള്ള കുരു കളഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഉണക്കമുളക് ഒരു 3 എണ്ണം, ജാതിക്ക ജാതിപത്രി ഓരോന്ന്. ഈ 2 ഐറ്റംസ് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം തീ കുറച്ച് ഇട്ട് വേണം ഈ സ്പൈസസ് പാനിലേക്ക് ഇടാൻ. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇടാം. മീഡിയം തീയിൽ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചൂടാക്കി പൊടിക്കുന്നതുകൊണ്ട് പ്രധാനമായി 3 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഗുണം, ഈ സ്പൈസസിലെല്ലാം ഓയിൽ കണ്ടൻ്റ് ഉണ്ട്. അതിനകത്താണ് ഫ്ലേവർ അടങ്ങിയിരിക്കുന്നത്. ചൂടാകുമ്പോൾ ഈ ഓയിൽ റിലീസായി കിട്ടും. രണ്ടാമത്തെ ഗുണം, സ്പൈസസിലെ ഈർപ്പം നന്നായി പോയി കിട്ടും. ഈർപ്പം പോയാൽ നന്നായി പൊടിച്ചെടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഗുണം, കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഈ ഗരം മസാല മുട്ടക്കറി, കടലക്കറി, ഈസ്റ്റ്, ചിക്കൻ കറി, ബീഫ് കറി തുടങ്ങിയ മിക്കവാറും എല്ലാ കറികളിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൊടി ആക്കണമെന്നില്ല, കുറച്ച് തരിയായി പൊടിച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഗരം മസാല റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.